ഏതെങ്കിലും ഒരു സദസ്സിൽ കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു റൂമിൽ കയറി ചെല്ലുമ്പോൾ, പോട്ടെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നാലാൾ കൂടിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒക്കെ നമ്മുടെ ചിന്ത എന്താണെന്നറിയാം? അവര് നമ്മളെ നോക്കുന്നു. ആ ചിന്ത കൊണ്ട് നമ്മൾ പലപ്പോഴും നെർവസ് ആകാറുണ്ട്. നിങ്ങളാകാറുണ്ടോ? നിങ്ങൾ മാത്രമല്ലെന്നേ, നല്ല ഒരു ശതമാനം ആൾക്കാരുടെ ചിന്ത മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മളെ വിലയിരുത്തുന്നു, ഇവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാം, മൈൻഡ് സൂപ്പ് 80. എന്നാ ഒരു സത്യം പറയട്ടെ, ഈ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. അവരാരും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അതാണ് സത്യം. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു പക്ഷെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ആരാണെന്ന് പോലും നിങ്ങൾ ഓർക്കണ്ടാവില്ല. ഒരു പക്ഷെ ആ മനുഷ്യനെ പുറത്ത് വെച്ച് കണ്ടാൽ നിങ്ങൾ അറിയില്ല. ശരിയാണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാറില്ല എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കുന്നു എന്ന ഫീലിംഗ് കൊണ്ട് ഭയങ്കര നെർവസ് ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആകണം എന്ന ചിന്തയോട് കൂടി നടന്നാലുണ്ടല്ലോ, നമ്മുടെ ആത്മവിശ്വാസം പോകും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന ചിന്ത മനസ്സിൽ അങ്ങ് പതിപ്പിച്ച് വെക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ എന്താ? കുറച്ച് പേർക്കെങ്കിലും അത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വോയിസ് കേട്ടിട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും നിങ്ങളുടെ ഡ്രസ്സോ മറ്റു ചലനങ്ങളോ ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ലെന്നേ. അപ്പോൾ നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ ആലോചിച്ചോളൂ, ആരും എന്നെ ജഡ്ജ്മെന്റ് ചെയ്യുന്നില്ല, ആരും എന്നെ വിലയിരുത്താൻ വരുന്നില്ല. ഇത് എന്റെ ലോകമാണ്, ഞാൻ ഇഷ്ടമുള്ളതുപോലെ നടക്കും, സംസാരിക്കും, ജീവിക്കും. അപ്പൊ എന്ന് മുതൽ നിങ്ങളുടെ ചിന്തയെ മാറ്റുന്നു, അന്ന് മുതൽ നിങ്ങളുടെ മനസ്സമാധാനം തിരിച്ചു വരും. ഓക്കെ.